RSSനും BJPക്കും ഇടയിൽ പാലമായി പ്രവർത്തിക്കുന്ന RSS ജനറൽ സെക്രട്ടറിയാണ് ദത്താത്രേയ ഹൊസബളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് അദ്ദേഹം. ദേശീയ തലത്തിൽ ഒരു മോഡറേറ്റ് രാഷ്ട്രീയ നേതാവായി അറിയപ്പെടുന്ന ആളുകൂടിയാണ് അദ്ദേഹം. വിവിധ സംസ്ഥാനങ്ങളിൽ സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിൽ ദത്താത്രേയ നിർണായക പങ്ക് ഇക്കാലം അത്രയും വഹിച്ചിട്ടുണ്ട്. 2021 മാർച്ച് മുതൽ RSS സർകാര്യവാഹക് അഥവാ ജനറൽ സെക്രട്ടറിയാണ് 69-കാരനായ കർണാടക സ്വദേശി ദത്താത്രേയ ഹൊസബാളെ. RSSന്റെ ബൗദ്ധിക ശക്തികേന്ദ്രങ്ങളിലൊന്നായ ദത്താത്രേയ ഹൊസബോളെ മോഹൻ ഭാഗവതിന് ശേഷം സർസംഘചാലകാകുമെന്നാണ് കരുതുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന RSS നേതാക്കളിലൊരാളാണ് ഹൊസബാളെ. 1968-ൽ RSSൽ ചേർന്ന ഹൊസബാളെ 1978 മുതൽ 12 വർഷത്തോളം ABVPയുടെ ജനറൽ സെക്രട്ടറിയായിരുന്നു. പിന്നീട് RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകനായി. മൈസൂരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ദത്താത്രേയ RSSന്റെ സഹബൗദ്ധിക് പ്രമുഖായും അസീമ എന്ന കന്നഡ മാസികയുടെ സ്ഥാപക പത്രാധിപരായും പ്രവർത്തിച്ചിട്ടുണ്ട്. RSS മുൻ ജനറൽ സെക്രട്ടറി സുരേഷ് ജോഷിയുടെ കീഴിൽ സഹസർകാര്യവാഹകായും പ്രവർത്തിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് 1 വർഷത്തിലധികം തടവിൽ കഴിഞ്ഞു. മതം മാറ്റത്തിനെതിരെ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ദത്താത്രേയയുടെ പരാമർശങ്ങൾ പലപ്പോഴും വിവാദമായിട്ടുണ്ട്. അസം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും RSSന് വളർച്ചയുണ്ടാക്കുന്നതിൽ ദത്താത്രേയ ഹൊസബാളെ നിർണായക പങ്കാണ് വഹിച്ചത്. റിസർച്ച് ഡെസ്ക് 24.